ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയണം. ലാസ്റ്റത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നയാഗ്ര ഫോൾസ് പോയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാൻ ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫോൺ ഇല്ലാത്തതുകൊണ്ടും മാത്രമല്ല എൻ്റെ ഫോൺ എന്താണെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ഫോണൊന്നും ആയിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ ഫാൾസിൻ്റെ അടുത്താകുമ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിനൊന്നും പ്രിവെൻറ്റ് ചെയ്തില്ല, എൻ്റെ ക്യാമറ അങ്ങ് അടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പ്രോപ്പറായി നല്ല വ്യക്തമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. മാത്രമല്ല ലാസ്റ്റ് ടൈം ഞാൻ ബോട്ട് സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫാൾസിൻ്റെ അടിയിലൊക്കെ പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പോവാണല്ലോ, അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും കണ്ടു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക, നല്ല രസമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ എടുത്തു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ YT സ്റ്റുഡിയോ ആപ്പ് എടുത്ത് നോക്കി, എൻ്റെ ലാസ്റ്റ് വീഡിയോന് എത്രമാത്രം വ്യൂവേഴ്സ് കിട്ടി, എത്ര വാച്ച് അവർ കിട്ടിയെന്നൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് കമൻസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് കുറച്ചൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻ്റായിരുന്നു സഹല ജലീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ കമൻ്റ് ഇതാണ്: ചേച്ചി, ഹൗ മച്ച് കംഫർട്ടബിൾ ഫോർ മലയാളീസ് ഈസ് ദ വെസ്റ്റേൺ ഹൈജീൻ സിസ്റ്റം ലൈക്സ് വാട്ടർലെസ് ടോയ്ലറ്റ്സ്, ടിഷ്യൂസ് ആൻഡ് പീരിയഡ്സ്, ഹൗ ടു യൂസ് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ടൈമുണ്ട്, കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തിയിട്ടോ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ ആകെ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു കാര്യവും ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫ്, നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ കാനഡയിൽ വരാൻ വേണ്ടിയിട്ട് വെറും മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുമ്പോൾ മിതു വട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മു ഒരു കാര്യം പറയാൻ മറന്നുപോയി, നീ വരുമ്പോൾ ഒരു മഗ് കൂടി വാങ്ങണമെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണേ, വെറും മണിക്കൂറുകളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ, അതായത് എൻ്റെ ലഗേജ് മൊത്തം പാക്ക് ചെയ്ത് എൻ്റെ വെയിറ്റ് നോക്കി എല്ലാം ആയി ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ ഒരു ഐസ്ക്രീം തിന്നണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ ഒന്ന് പയ്യനോട് പോയതാണ് ടൗണിലേക്ക്. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാ, മഗ് എന്തിനാ? കാരണം എനിക്കറിയില്ല, കാരണം നാട്ടിൽ നിന്ന് മഗ് വാങ്ങിയിട്ട് കാനഡയ്ക്ക് വരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ അവൻ എന്നോട് പറഞ്ഞത് ഇവിടെ മഗ് കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടുത്തെ വാഷ്റൂം, ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ വരുന്നത് ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മൂവീസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പല പല വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ടിഷ്യൂസാണ്. അതായത് നമ്മൾ വാട്ടറിന് പകരം യൂസ് ചെയ്യുന്നത്, നമ്മൾ വെള്ളത്തിന് പകരം ഇവിടെ ആൾക്കാർ നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നത് ടിഷ്യൂ ആണ്. അത്ര നാളെ എൻ്റെ മൈൻഡിൽ അത് പോയിട്ടില്ലായിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമായിരിക്കും. അതുപോലെ തന്നെ അതെങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലേഡീസ്, ഈ പെൺകുട്ടികൾക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ അത് ഭയങ്കര ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു, കാരണം ഈ പീരീഡ്സിൻ്റെ ടൈമിലൊന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഒരു മഗ്ഗൊക്കെ വാങ്ങി എൻ്റെ പെട്ടി, എൻ്റെ ലഗേജൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇൻ കേസ് നമുക്ക് ടിഷ്യൂ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ യൂസ് ചെയ്യണ്ട, നമുക്ക് മഗ്ഗ് യൂസ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും വാഷ്റൂമിനകത്ത് വാഷ് ബേസിൻ ഉണ്ടാവും, അതിനകത്ത് നമുക്ക് മഗ്ഗിൽ നമുക്ക് വെള്ളം കളക്ട് ചെയ്യാം, നമുക്ക് വെള്ളം നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഒരിക്കലും വീട്ടിലുണ്ടാകുമ്പോഴല്ല, ഞാൻ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു മോളിലോ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇവിടെ അടുത്തൊരു ബ്രഹ്മലി സിറ്റി സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കാർ എടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വാഷ്റൂമിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ബസ് എടുത്ത് നമ്മൾ പോകുന്നതാണെങ്കിൽ നമ്മളെ നാട്ടിൽ പോലെ ഇന്ന ഒരു ഡിസ്റ്റൻസിൽ പോകണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നമ്മൾ എത്തില്ല. നമ്മളെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഇപ്പം ജസ്റ്റ് ഒരു 3-4 കിലോമീറ്ററിനകത്താണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ 2 ബസ്സൊക്കെ മാറി കയറേണ്ടി വരും. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. 1 മണിക്കൂറൊക്കെയാണ് ഇവിടുത്തെ ഒരു ആവറേജ് ടൈം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താകുന്നത് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അവിടെ വെള്ളം ഉണ്ടാവില്ല, അവിടെ നമുക്ക് ഈ മഗ് ഉണ്ടാവില്ല, അവിടെ ഈ ടിഷ്യൂ തന്നെ ഉപയോഗിക്കണം.
പിന്നെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യമായിട്ട് പൊരുത്തപ്പെടും. അതായത് എന്താണ്, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നല്ല, ആ പഴഞ്ചൊല്ലി എനിക്ക് കിട്ടുന്നില്ല ഇനി. അതും നമുക്ക് പോട്ടെ നോക്കാം. കാരണം എപ്പെങ്കിലും ഇപ്പോൾ ഒരു വീക്കെൻഡിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ അടുത്ത പ്രശ്നമുണ്ട്, നമ്മൾ ജോലിക്ക് പോകുന്ന ടൈമാണെങ്കിൽ അവിടെയും ഇതേ പ്രശ്നമുണ്ട്. അവിടെയും നമുക്ക് വാട്ടർലെസ് ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ ടിഷ്യൂ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ആദ്യമൊക്കെ ചെറുതായിട്ട് അറപ്പും വെറുപ്പൊക്കെ തോന്നി തുടങ്ങിയെങ്കിലും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. കാരണം നമ്മൾ അങ്ങനെ ഒരു രാജ്യത്ത് വരികയാണ്, അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. നമുക്കിപ്പം വീട്ടിലും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പബ്ലിക്കായിട്ടൊരു പ്ലേസിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന അതേ സംഭവങ്ങൾ നമ്മളും ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് വിടാം. ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാവർക്കും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഈ ടിഷ്യൂ ഉപയോഗിക്കണ്ടേ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ പീരിയഡ്സൊക്കെ ആവുമ്പോൾ നമുക്ക് ഗേൾസിന് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പം പാഡ് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ നമുക്കിപ്പം വാഷ്റൂമിൽ പോകേണ്ട സിറ്റുവേഷൻ വരും. ആ ടൈമിലൊക്കെ നമുക്ക് പോയേ പറ്റും. അല്ലാണ്ട് ഇതൊന്നും ഒരിക്കലും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പ്രത്യേകിച്ച് ജോലിയുടെ അടുത്തുണ്ടാകുമ്പോൾ ഞാൻ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ചാൽ പറ്റും. പിന്നെ അവിടെയുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച്, അതായത് വാഷ് ബേസിൽ നിന്ന് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ്റൂം പോയിട്ട് ചെയ്യാറ്. പക്ഷേ അതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയായതുകൊണ്ടും പിന്നെ ഞാൻ അതുമായി പൊരുത്തപ്പെട്ടത് കൊണ്ടും ഇപ്പം എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നാറില്ല. ഞാൻ അതുമായിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും പൂർണ്ണമായും പൊരുത്തപ്പെട്ടൊന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും എനിക്ക് ഉള്ളിലൊരു പേടിയാണ്. അതായത് പീരിയഡ്സ് വരാനാവുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ഈശ്വര നമ്മുടെ വീക്കെൻഡിലൊക്കെ പീരിയഡ്സ് വന്നാൽ മതി, ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ അത്രയും നാൾ ശീലിച്ചു വന്ന്, നമ്മൾ അത്രയും നാൾ ഫോളോ ചെയ്തു വന്ന കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുമ്പോൾ ആർക്കാലും ഈ ചേഞ്ച് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ ഹൈജീൻ്റെ ഭാഗമായിട്ട് ഇല്ല ചില പ്രശ്നങ്ങളും നമ്മളൊക്കെ എന്തായാലും നേരിടേണ്ടി വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടുത്തെ ജോലി എന്ന് വെച്ചാൽ 8 മണിക്കൂറാണ്. ഈ 8 മണിക്കൂർ എന്തായാലും നമുക്ക് വാഷ്റൂമിൽ പോവാതിരിക്കാൻ പറ്റത്തില്ല. ബ്രേക്ക് ടൈമിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മൾ എന്തായാലും ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്തേ പറ്റൂ. അത് ഇപ്പോൾ പാഡ് മാറ്റുന്ന കേസാണെങ്കിലും നമുക്ക് ഒരിക്കലും 8 മണിക്കൂർ നമുക്ക് ഈ ഒരൊറ്റൊരു പാഡും വെച്ച് കുറേ ടൈം ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറ്റേണ്ടി വരും. അപ്പോൾ എന്തായാലും അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ഇന്നത് മാത്രം ഉപയോഗിക്കണം, അതായത് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചില മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പം എൻ്റെ കമ്പനിയിൽ ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നേരെ നമ്മൾ വാഷ്റൂമിൽ യൂസ് ചെയ്യും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്, അതായത് നമ്മുടെ അമേരിക്കൻ കൺട്രീസ് ഓർ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേറെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ലാതെ വേറൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇതിനെപ്പറ്റി ബേജാറടിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ബേജാറടിക്കേണ്ട. വേറെ എത്ര കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി. ഇത് എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ എന്തും മാറ്റങ്ങൾ നമ്മളെ ലൈഫിൽ എന്തായാലും വേണം. കാരണം നമ്മൾ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ എന്തായാലും നമ്മൾ ലൈഫിൽ കൊണ്ടുവരണം. പിന്നെ എല്ലാ മാറ്റങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാൻ കാണിച്ചു തരാം ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ടിഷ്യൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ഇപ്പോൾ നമ്മുടെ നാട്ടിലും ആണെങ്കിൽ പോലും ടോയ്ലറ്റ് ടിഷ്യൂസൊക്കെ സർവ്വസാധാരണമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ ടോയ്ലറ്റ് ടിഷ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിരിക്കും. അതുപോലെ തന്നെ ഇതാ കണ്ടോ, ഇങ്ങനെ 2 ലെയേഴ്സ് ആയിട്ടാണ് സംഭവം വരുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ടിഷ്യൂസൊക്കെ ഇങ്ങനെ 2 ലെയേഴ്സ് ആണ്. ഇനി 1 ലെയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ തിന്നായിട്ടുള്ളതുണ്ട്, തിക്കായിട്ടുള്ളതുണ്ട്. അത് ഓരോരോ ആൾക്കാരുടെ പ്രിഫറൻസിന് അനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ ടിഷ്യൂ ഇതിപ്പോൾ എനിക്ക് യൂസ് ചെയ്യലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത് ടിഷ്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പീസായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കട്ട് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാര്യം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ അങ്ങനെ ആലോചിച്ച് ഭയങ്കര ബേജാറാവണം, ഭയങ്കര ടെൻഷനാവുന്നത് ഒരു കാര്യമില്ല. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ടിഷ്യൂ നാട്ടിൽ കൈ തുടയ്ക്കാനും അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഒന്നും വൈപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ.
അതുപോലെ നമ്മൾ പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം ഇവിടെ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്പെടും, അതുപോലെ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അമൃത.